സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. സൈബർ അറസ്റ്റ് ഭീഷണിയിലൂടെ ചാലക്കുടി മേലൂരിൽ വീട്ടമ്മയ്ക്ക് 40,000 രൂപ നഷ്ടമായി. മേലൂർ സ്വദേശി ട്രീസയെ 1.5 ദിവസമാണ് തട്ടിപ്പുകാർ ബന്ദിയാക്കി വെച്ചത്. ജെയ്സൺ ചാമവളപ്പിലിന്റെ റിപ്പോർട്ട്. സൈബർ തട്ടിപ്പ് രംഗം വീണ്ടും സജീവമാവുക തന്നെയാണ്. വെർച്വൽ അറസ്റ്റ് എന്ന പേരിലാണ് ഇപ്പോൾ ചാലക്കുടി മേലൂർ സ്വദേശിനി ട്രീസയ്ക്ക് ഇപ്പോൾ 40,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ആവശ്യപ്പെടുകയും പിന്നീട് 40,000 രൂപ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ട്രീസ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? സൺഡേ 3:30 ശേഷമാണ് ഫോൺ വരുന്നത്. അപ്പോൾ ഓഫീസർ പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഇത് ആധാർ അക്കൗണ്ടിൻ്റെ നമ്പറിൽ നിങ്ങളുടെ ഓൾറെഡി വേറെ സിമ്മ് വന്നിട്ടുണ്ട്. ആ സിമ്മിനകത്ത് നിങ്ങളുടെ അതായത് കൊള്ളപ്പണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു നമ്പറില്ല. അപ്പോൾ പറഞ്ഞു അത് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഡൽഹി പോലീസിന് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ പറഞ്ഞു ചെയ്തു. പോലീസിൻ്റെ അടുക്കലോട്ട് മാറിയപ്പം അത് വീഡിയോ കോളായി മാറി. ഈ പൈസ മുഴുവൻ, അതായത് ബാങ്കിൽ കിടക്കുന്ന പൈസ, ഇത് സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണ് കൊള്ളക്കാരൻ. അപ്പം അവൻ ഈ പൈസ മുഴുവൻ അടിച്ചു മാറ്റും. അക്കൗണ്ട് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ എല്ലാം നിങ്ങൾ സത്യമാണ്, ക്ലീൻ ആണെന്നുള്ള അറിഞ്ഞു കഴിയുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് വാപസ് വരും. ഹെഡ് ക്വാർട്ടറിൽ സംസാരിച്ചിട്ട് ഞാൻ ഒരു UPI നമ്പർ തരാം, വിത്തൗട്ട് എനി നെയിം, ഉള്ളി നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പം അതിലോട്ട് ഞാൻ എന്നോട് പറഞ്ഞു 50 ഇടാൻ പറഞ്ഞു. 50 ഇടാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 50 പോകുന്നില്ല. പിന്നെ അവർ 40 ആക്കി, 30 ആക്കി, 20 ആക്കി, 10 ആക്കി, 5 ആക്കി. 5 ആക്കിയപ്പോഴത്തേക്ക് 5 പോയി. 4 or 5 UPI നമ്പർ തന്നു. അതിൽ ഈ 5 40,000 രൂപ ആയത്. എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നും എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നും എനിക്ക് ഒരു ധാരണയും. പോലീസ് എന്താ പറയുന്നത്? പോലീസ് പറയുന്നത് അന്വേഷിക്കാം, പക്ഷേ ഇവരെ പിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഏതായാലും വലിയ തട്ടിപ്പുകൾ ഇതുപോലെ വരുന്നു. നമ്പറും ആധാർ കാർഡിൻ്റെ നമ്പർ എവിടെ നിന്ന് ലഭിച്ചു എന്നത് പോലും വ്യക്തമാക്കാനും പോലീസിന് പോലും അന്വേഷണം വഴിമുട്ടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് ട്രീസയുടെ ആവശ്യം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.